അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഖുർആനിൽ നിന്ന് നമുക്ക് കംഫർട്ട് കിട്ടുന്ന അള്ളാഹുവിൻ്റെ കുറച്ച് വാക്കുകളാണ്. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ഇസ്ലാമിക് ക്വിസിൻ്റെ ആൻസർ പറയാം. നമ്മുടെ ലോകത്ത് ആദ്യമായിട്ട് മരിച്ച മനുഷ്യൻ്റെ പേര് എന്തായിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആദം നബിയുടെ മകനായ ഹാബീലായിരുന്നു ഈ ലോകത്തിലെ ആദ്യമായിട്ട് മരിച്ച മനുഷ്യൻ. ഇനി ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാം. ഏത് മാസത്തിലാണ് ഖുർആൻ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്? ആൻസർ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആൻസർ പറഞ്ഞു തരാം. എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. അതിനകത്ത് ചോദിച്ചത് നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇഖാമത്തും അതിനുശേഷമുള്ള ദുആയും ഓതേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. ഇതിൻ്റെ ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൂടെ ഉപകാരപ്പെടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിലെ 710 ഹദീസാണ് ഞാൻ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമസ്കാരത്തിനുള്ള ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം മറ്റൊരു നമസ്കാരവും സുന്നത്ത് പോലുള്ള മറ്റൊരു നമസ്കാരവും ചെയ്യാൻ പാടില്ല. നിർബന്ധമായ, അതായത് ഫർള് നമസ്കാരം മാത്രം ചെയ്യണം. ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇഖാമത്ത് വിളിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് ഖുർആനിലുള്ള നമുക്ക് കംഫർട്ട് കിട്ടുന്ന അള്ളാഹുവിൻ്റെ കുറച്ച് ആയത്തുകൾ പറഞ്ഞു തരാം. ഖുർആനിൽ ഒരുപാട് നമുക്ക് കംഫർട്ട് കിട്ടുന്ന ആയത്തുകളുണ്ട്. അതിൽ കുറച്ച് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നുള്ളൂ. ഫസ്റ്റ് ഞാൻ പറയാൻ പോണ ആയത്ത് സൂറ അസ്-സുമറിലെ 53 ആയത്താണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹി ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും. ഇത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങളിപ്പോൾ എത്ര പാപങ്ങൾ ചെയ്താലും ഒരിക്കലും വിഷമിക്കരുത്, അള്ളാഹു പുറത്ത് തരൂലേ എന്ന് ഓർത്ത്. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്ത് തരും, നമ്മളൊന്ന് തൗബ ചെയ്താൽ മാത്രം മതി. ഇനി സൂറ അൻ-നിസയിലെ 110 ആയത്ത് പറയാം. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂറൻ റഹീമ. ആരെങ്കിലും വല്ല തിന്മയും ചെയ്യുകയോ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന പക്ഷം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായ അള്ളാഹുവിനെ അവൻ കണ്ടെത്തുന്നതാണ്. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു തൗബ ചെയ്യണം. അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലൊരു സമാധാനം വരും. എത്ര തെറ്റുകൾ നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ചെയ്താലും നമ്മൾ എല്ലാ നിസ്കാരത്തിലും അള്ളാഹുവിനോട് എല്ലാ തെറ്റുകൾക്കും നമ്മൾ മാപ്പ് ചോദിക്കണം. അള്ളാഹുവേ, ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും നീ മാപ്പ് തരണേ റബ്ബേ. അള്ളാഹുവേ, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റുകൾ ആവർത്തിക്കത്തില്ല റബ്ബേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു സമാധാനവും അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടുകയും അള്ളാഹുവിനോടുള്ള വിശ്വാസം കൂടുകയും ചെയ്യും. ഇനി സൂറത്തുൽ ഫുർഖാനിലെ 70 ആയത്ത് പറയാം. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്തിൻ വകാനല്ലാഹു ഗഫൂറൻ റഹീമ. പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു തങ്ങളുടെ തിന്മകൾക്ക് പകരം നന്മകൾ മാറ്റിക്കൊടുക്കുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായിരിക്കുന്നു. നമ്മൾ ചെയ്തുപോയ കാര്യങ്ങൾക്ക് പശ്ചാത്തപിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നമ്മളുടെ തിന്മകളെല്ലാം മാറ്റി നന്മകളാക്കുന്നതാണ്. ഇനി സൂറ അഷ്-ശൂറയിലെ 25 ആയത്ത് പറയാം. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. അവനാകുന്നു തൻ്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അവൻ ദുഷ്ടകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്തോ അത് അവൻ അറിയുകയും ചെയ്യുന്നു. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അള്ളാഹു അതെല്ലാം കാണുന്നുണ്ട്. എത്ര ചെറുതായാലും വലുതായാലും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. നമുക്ക് അള്ളാഹുവിനെ ഒരിക്കലും മനസ്സുകൊണ്ട് പോലും പറ്റിക്കാൻ പറ്റത്തില്ല. എല്ലാം അള്ളാഹു അറിയുന്നു.
നമ്മൾ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അത് ന്യായീകരിക്കാൻ വേണ്ടി പറയും എൻ്റെ ഇൻറ്റൻഷൻ അതല്ലായിരുന്നു എന്ന്. നമുക്ക് പുറമേ അങ്ങനെ പറയാൻ പറ്റും, പക്ഷേ നമ്മൾ പറയുന്നത് അള്ളാഹുവിനറിയാം എന്താണ് സത്യമെന്ന്. അതുകൊണ്ട് നമുക്കൊരിക്കലും അള്ളാഹുവിനെ കബളിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ വാവിച്ച് പറഞ്ഞോ മനസ്സുകൊണ്ട് പറഞ്ഞോ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹു അറിയുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക എന്നതാണ്. നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും എത്ര വലിയ തെറ്റുകൾ ചെയ്താൽ നമ്മൾ അള്ളാഹുവിനോടൊന്ന് പശ്ചാത്തപിച്ചാൽ മാത്രം മതി, അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഖുർആനിൽ എത്ര പ്രാവശ്യം ഇത് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അള്ളാഹു ഖുർആനിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത വാക്കാണ് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിനറിയാം നമ്മളെ എല്ലാവരും തെറ്റ് ചെയ്യുമെന്ന്. നമ്മൾ തെറ്റ് ചെയ്യുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അള്ളാഹു ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം പശ്ചാത്തപിക്കൂ പശ്ചാത്തപിക്കൂ എന്ന് പറയുന്നത്. അള്ളാഹു പശ്ചാത്തപിക്കുന്നവനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്താൽ അള്ളാഹു നമ്മളെ വെറുക്കത്തില്ല. നമ്മൾ പശ്ചാത്തപിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം തിരിച്ചു വാങ്ങണം നമ്മളിലുള്ള. ഇനി സൂറ മറിയമിലെ 96-ാമത്തെ ആയത്ത് പറയാം. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് പരമകാരുണികൻ സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നതാണ് തീർച്ച. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടും. അള്ളാഹു എന്നിട്ട് നമ്മളെ മറ്റുള്ളവരുടെ സ്നേഹം കൂടി നമുക്ക് വാങ്ങിത്തരും. നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ നമുക്കത് ഡയറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല. ഇനി സൂറ അദ്ദുഹായിലെ 3-4 ആയത്ത് പറയാം. മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. തീർച്ചയായും പരലോകമാണ് നിനക്ക് ഇഹലോകത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഈ ലോകത്ത് നമ്മൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു തന്നെ അത് പറയുന്നുണ്ട്. അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഓരോ പരീക്ഷണങ്ങളും തരുന്നത്. ഒരുപാട് പരീക്ഷണങ്ങളും വേദനകളും നമ്മൾ ഈ ലോകത്ത് വെച്ച് നേരിടേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മേലിലായിരിക്കും നമ്മളെ പരീക്ഷിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ പേരിലായിരിക്കും നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത്. ചിലപ്പോൾ നമുക്ക് പൈസയുടെ മേലിലായിരിക്കും പരീക്ഷണം തരുന്നത്. പൈസ കൂട്ടി തന്നും പൈസ കുറച്ച് തന്നും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ ഈ ലോകത്ത് നേരിടേണ്ടി വരും. എന്തിനാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്? എത്ര പരീക്ഷണങ്ങൾ വന്നാലും എത്ര വേദനകൾ വന്നാലും നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസം കളയുന്നോ, അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ നിർത്തുന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയൊക്കെ വേദനകളും വിഷമങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും നമ്മൾ അപ്പോഴേക്കും നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കണം. നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളെ മുസ്ലിം ആക്കിയത്. നമുക്ക് ഇതിനെക്കാട്ടി വലിയ ഒരു അനുഗ്രഹം കിട്ടാനേ ഇല്ല. നമ്മൾ എപ്പോഴും അതിന് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞ് ജീവിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് പറഞ്ഞു തരാം. സ്വഹീഹ് അൽ ബുഖാരിയിലെ 5641-ാമത്തെ ഹദീസാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, No fatigue, nor disease, nor sorrow, nor sadness, nor hurt, nor distress befalls a Muslim, even if it were the prick he receives from a thorn, but that Allah expiates some of his sins for that. ഒരു മുസ്ലിം നേരിടുന്ന ഏതൊരു തളർച്ചയായാലും രോഗമായാലും ഉത്കണ്ഠയായാലും ദുഃഖമായാലും വേദനയായാലും വിഷമതയായാലും ഒരു മുള്ള അവനെ കുത്തിയാൽ പോലും ഒന്നും വെറുതെ ആവുന്നില്ല. അള്ളാഹു അത് കാരണം അവൻ്റെ പാപങ്ങൾ ഓരോന്നായി പൊറുക്കുന്നു. നമ്മൾ എത്ര വേദന സഹിക്കുന്നുണ്ടോ അത്രയും നമ്മുടെ പാപങ്ങൾ കുറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ഓരോ വിഷമങ്ങൾ സഹിക്കുമ്പോഴും നിങ്ങളെ ഇടത്തുഭാഗത്തിരിക്കുന്ന മലക്ക് നിങ്ങൾ ചെയ്ത ഓരോ തെറ്റുകളും മായ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങളത് ആലോചിക്കണം, എന്നിട്ട് മനസ്സിൽ സമാധാനപ്പെടണം. ഈ ലോകത്ത് എന്തായാലും നമ്മൾ വേദനകളും വിഷമങ്ങളും നേരിടേണ്ടി വരും. ഒരിക്കലും നമ്മൾ തളരരുത്. ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാനോ നമ്മളെ സമാധാനിപ്പിക്കാനോ ആരും കാണാത്ത അവസ്ഥയൊക്കെ വരും. അപ്പോഴും നമ്മൾ തളരരുത്. നമുക്ക് അള്ളാഹു ഉണ്ട്. നമുക്ക് എപ്പോഴും അള്ളാഹു മാത്രമേ കാണത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ കൂടെ ഒരുപാട് പേരുള്ളതിൻ്റെ ബലത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യും, പശ്ചാത്താപിക്കാതിരിക്കും. പക്ഷേ നമ്മൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവരാരും കൂടെ കാണത്തില്ല. നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്തു പോയതിന് എല്ലാം അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. ഇതെല്ലാം ആലോചിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. ഒരിക്കലും ഷിർക്ക് കൂടെ കൂട്ടരുത്. ഷിർക്ക് എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് മറ്റുള്ളവരെ പങ്കു ചേർക്കരുത്.
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളനുസരിച്ച് നമ്മൾ ജീവിക്കുകയും വേണം. ഒരിക്കലും നമ്മൾ നിസ്കാരം ഉപേക്ഷിക്കല്. പിന്നെ എപ്പോഴും നമ്മൾ പശ്ചാത്തപിച്ചു കൊണ്ടേയിരിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.